الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على نبينا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد പ്രിയമുള്ള സത്യവിശ്വാസികളെ, ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിതത്തെ ധന്യമാക്കുവാൻ ശ്രമിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. കർമാനുഷ്ഠാന രംഗത്ത് ഒരു വിശ്വാസി വെച്ചു പുലർത്തേണ്ട സമീപനത്തെക്കുറിച്ച് നാം പറഞ്ഞു വരികയാണ്. വിശ്വാസ കാര്യങ്ങൾ എന്ന പോലെ തന്നെ കർമാനുഷ്ഠാന രംഗങ്ങളിലും കൃത്യമായ നിലപാടോടുകൂടിയായിരിക്കണം വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ജീവിതത്തെ, അവിടുത്തെ ചര്യകളെ പിന്തുടർന്നായിരിക്കണം നിങ്ങളത് സ്വീകരിക്കേണ്ടത് എന്നാണ് നാം പറഞ്ഞു വരുന്നത്. വുളൂഉം അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് പലരിലുമുള്ള ഒരു സംശയമോ അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയോ എന്ന് പറയുന്നത്, വിശുദ്ധ ഖുർആൻ തൊടണമെങ്കിൽ, സ്പർശിക്കണമെങ്കിൽ വുളൂ അനിവാര്യമാണ് എന്ന് ഒരു പക്ഷം പറയുമ്പോൾ, മറ്റൊരു വിഭാഗം വിശുദ്ധ ഖുർആൻ തൊടണമെങ്കിൽ, സ്പർശിക്കാൻ വുളൂ നിർബന്ധമല്ല എന്ന് ഒരു വിഭാഗം മറുവിഭാഗവും പറയുമ്പോ, എന്താണ് ഇതിന്റെ നിജസ്ഥിതി എന്ന് വിശുദ്ധ ഖുർആനിന്റെയും ഹദീസുകളുടെയും വെളിച്ചത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതൊരു സംശയം മനസ്സിലുണ്ടാകുമ്പോഴും അതിന്റെ ദൂരീകരണത്തിന് വേണ്ടി വിശുദ്ധ ഖുർആനിനെയും ഹദീസിനെയുമാണല്ലോ നമ്മൾ അവലംബിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ആ ഒരു വിഷയം, ഖുർആൻ സ്പർശിക്കണമെങ്കിൽ വുളൂ നിർബന്ധമാണോ എന്ന് നാം പരിശോധിക്കുന്ന സമയത്ത് പണ്ഡിത ലോകത്ത് ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഈ അഭിപ്രായ വ്യത്യാസം വന്നത് എന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ വാഖിഅയിലെ ചില വചനങ്ങളാണ്. സൂറത്തുൽ വാഖിഅയിൽ അല്ലാഹു വിശുദ്ധ ഖുർആനിന്റെ അവതീർണവുമായി ബന്ധപ്പെട്ട് അതിനെപ്പറ്റി പരാമർശിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നഹു ലഖുർആനുൻ കരീം. ഈ വിശുദ്ധ ഖുർആനിനെ പറ്റി അല്ലാഹു പറയുന്നത് ഇന്നഹു ലഖുർആനുൻ കരീം, അതൊരു പവിത്രമായ കരീമായ ഗ്രന്ഥമാണ്. ഫീ കിതാബിൻ മക്നൂൻ, അതുപോലെ തന്നെ ഭദ്രമാക്കപ്പെട്ട ഗ്രന്ഥത്തിലെ വചനങ്ങളാണത് എന്നാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ, പരിശുദ്ധമാക്കപ്പെട്ടവരല്ലാതെ അതിനെ സ്പർശിക്കുകയുമില്ല. ഇതാണ് ഈ വചനം. ഇതിന് അർത്ഥം കൽപ്പിച്ചതിലുള്ള വ്യത്യാസമാണ് ഈ എതിരഭിപ്രായങ്ങൾക്ക്. അല്ലെങ്കിൽ ഖുർആൻ തൊടണമെങ്കിൽ ഇവിടെ പറഞ്ഞുവല്ലോ, ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ, പരിശുദ്ധമാക്കപ്പെട്ടവരല്ലാതെ ഇത് സ്പർശിക്കുകയില്ല. അപ്പൊ മുതത്വഹീരീങ്ങളാണ് ഇതിനെ സ്പർശിക്കുക എന്ന് അതിൽ നിന്ന് കിട്ടി. അപ്പോ സ്വാഭാവികമായും ഈ പരിശുദ്ധി അല്ലെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ടവർ, തുഹൂറുള്ളവർ എന്ന് പറയുന്നത് വുളൂ ഉള്ളവരാണ് എന്ന് ഒരു പറ്റം അർത്ഥം കൽപ്പിച്ചത് കൊണ്ടുണ്ടായ ഒരു അഭിപ്രായമാണ് വുളൂ ഇല്ലാതെ ഇത് തൊടാൻ പാടില്ല എന്ന വീക്ഷണം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഈ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ തൊട്ടു മുകളിലുള്ള വചനങ്ങൾ പരിശോധിക്കുമ്പോ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? തൻസീലും മിർ റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ഇന്നഹു ലഖുർആനുൻ കരീം ഫീ കിതാബിൻ മക്നൂൻ ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ തൻസീലും മിർ റബ്ബിൽ ആലമീൻ. ഇങ്ങനെയാണ് ആ ആയത്ത് പോകുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട വിഷയം യഥാർത്ഥത്തിൽ എന്താണ് കിതാബ് മക്നൂൻ എന്ന് പറഞ്ഞാൽ, ഫീ കിതാബിൻ മക്നൂൻ, ഭദ്രമാക്കപ്പെട്ട ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് അർത്ഥമാക്കുന്നത് എന്ന്, ഭദ്രമായി സൂക്ഷിക്കപ്പെട്ട ഗ്രന്ഥം എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണ് എന്ന് മുഫസ്സിരീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. അത് ലൗഹുൽ മഹ്ഫൂദാണ്. ലൗഹുൽ മഹ്ഫൂദിനെ പറ്റിയാണ് ആ പരാമർശം.
രണ്ടാമത്തത് എന്താണ്? ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ, പരിശുദ്ധമാക്കപ്പെട്ടവരല്ലാതെ അതിനെ സ്പർശിക്കുകയില്ല എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് അത് മലക്കുകളാണ്, അല്ലെങ്കിൽ മലക്കുകളെയും പ്രവാചകനെയും കൂടി ഒരുമിച്ച് പറഞ്ഞതാണ് ആ വചനം എന്നാണ് മിക്ക മുഫസ്സിരീങ്ങളും അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. ഇബ്നു ജരീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, യമസ്സുഹുൽ മജൂസുൻ നജസ് ലാ യമസ്സുഹു ഇൻദല്ലാഹി ഇല്ലൽ മുതഹ്ഹറൂൻ. അള്ളാഹുവിന്റെ അരികിൽ വെച്ച് ആ ലൗഹുൽ മഹ്ഫൂസിൽ വെച്ച് വിശുദ്ധ ഖുർആനിനെ സ്പർശിക്കുക മുത്തഹിരീങ്ങളല്ലാതെ വേറെ ആരുമല്ല. എന്നാൽ അമ്മാ ഫി ദുനിയാ, ദുനിയാവിൽ വെച്ച് അതിനെ സ്പർശിച്ചേക്കാം. ഫഅന്നഹു വൽ മുനാഫിഖു അദ്രിജ്സ്, അതെ അവിടെ പവിത്രതയില്ലാത്ത, അതല്ല എങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ടവരല്ലാത്ത ആളുകൾ അതിനെ സ്പർശിച്ചേക്കാം എന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധ ഖുർആനൊക്കെ പറഞ്ഞതുപോലെ നജസുള്ള ആളുകൾ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നമുക്കറിയാം മുശ്രിക്കീങ്ങളെ പറഞ്ഞത് വിശുദ്ധ ഖുർആൻ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ അർത്ഥത്തിൽ ഇന്നമൽ മുശ്രികൂന നജസുൻ, മുശ്രിക്കീങ്ങൾ അല്ലാഹുവിൽ പങ്കുവെക്കുന്നവർ നജസാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അൽ മുഅ്മിനു ലാ യൻജുസ്, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെ നജസ് ബാധിക്കുകയില്ല എന്ന അർത്ഥത്തിലും ഇത് പരാമർശിക്കുമ്പോൾ പറയുമ്പോൾ പരിശുദ്ധന്മാർ എന്ന് പറയുന്നത് മലക്കുകളാണ് എന്ന് മിക്ക മുഫസ്സിരീങ്ങളും വിശദീകരിക്കുന്നു. മറ്റൊന്ന്, ശുദ്ധിയുള്ള ആളുകൾ അല്ലാതെ അതിനെ തൊടാൻ പാടില്ല എന്ന അർത്ഥമാണ് ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ എന്നതിനെ പല ആളുകളും വിശദീകരിച്ചത്. എന്നാൽ അവിടെ ഒരു വിരോധന അല്ലെങ്കിൽ നിരോധനയല്ല അവിടെ ഉള്ളത്. ലാ യമസ്സുഹു എന്ന് പറഞ്ഞാൽ സ്പർശിക്കുകയില്ല എന്നാണ്, അല്ലാതെ സ്പർശിക്കാൻ പാടില്ല എന്ന അർത്ഥത്തിലല്ല ഇവിടെ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കുവാൻ സാധിക്കുന്നത്. ഇനിയും ഖുർആൻ ഒന്നുമില്ലാതെ തൊടാൻ പാടില്ല എന്ന് പറയുന്നവരുടെ ഒരു ഹദീസിന്റെ ഒരു തെളിവെന്താണ്? അൻ അംർ ഇബ്നു ഹസ്മ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കതബ ഇല അഹ്ലി യമനി കിതാബൻ, യമനുകാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു എഴുത്തെഴുതി. വകാന ഫീഹി, ആ എഴുത്തിൽ ഇങ്ങനെയുണ്ട്, എന്താണ്? ലാ യമസ്സുൽ ഖുർആന ഇല്ലാ ത്വാഹിർ, ഖുർആനിനെ ത്വാഹിർ അല്ലാതെ സ്പർശിക്കൂല എന്നാണ് ആ വചനം. അപ്പൊ ഈ ഹദീസിനെ മുൻനിർത്തിക്കൊണ്ട് ഇവരിത് പറയുമ്പോൾ ഈ ഹദീസിന്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. ഈ ഹദീസിന്റെ പരമ്പരയിൽ പല ആളുകളെയും ശക്തമായി എതിർക്കുന്ന എന്ന് പറഞ്ഞാൽ അതിന്റെ പരമ്പരയിലെ ആ സനദിലെ പല ആളുകളും കുറ്റമറ്റ ആളുകളല്ല. അതുകൊണ്ട് തന്നെ ഇത് കുറ്റമറ്റ രൂപത്തിലുള്ള ഒരു ഹദീസാണെന്ന് പറയാൻ തക്കത്തിലുള്ള ഒരു സ്വഹീഹായ ഹദീസ് എന്ന് പറയാൻ ഇന്ന് സാധ്യമല്ല എന്നുള്ളതാണ്. ചുരുക്കത്തിൽ പ്രിയമുള്ള സുഹൃത്തുക്കളെ, വിശ്വാസികൾ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ആരാണ് മുതത്വഹിർ എന്ന് പറഞ്ഞാൽ വുളു ഉള്ള ആള് മാത്രാണോ ത്വാഹിറായ മനുഷ്യൻ? അല്ല. കാരണം വിശുദ്ധ ഖുർആൻ ഇന്നമൽ മുശ്രികൂന നജസുൻ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ശിർക്ക് വെക്കുന്ന ആളുകൾ അവർ നജസാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ശുദ്ധിയില്ലാത്തവരാണ്. എന്നിട്ട് ഖുർആൻ പിന്നെ അൽ മുഅ്മിനു ലാ യൻജുസ്, സത്യവിശ്വാസി ഒരിക്കലും നജസ് ബാധിക്കുകയില്ല. അപ്പോ വിശുദ്ധിയുള്ള എന്ന് പറഞ്ഞാൽ വിശ്വാസിയാണ് എന്ന്, അല്ലാതെ വുളു ഇല്ലാത്തവൻ ശുദ്ധിയുള്ളവനല്ല എന്ന് പറയാൻ അതില് നമുക്ക് ന്യായമില്ല. മറ്റൊന്ന്, ശുദ്ധിയുള്ളവനെ സംബന്ധിച്ചിടത്തോളം വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായവനെ നമുക്ക് ശുദ്ധിയുള്ളവൻ എന്ന് പറയാം. വലിയ അശുദ്ധിയിൽ നിന്ന്, ജനാബത്ത് പോലെയുള്ള വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായവനെയും നമുക്ക് ശുദ്ധിയുള്ളവൻ ത്വാഹിർ എന്ന് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വഇൻ കുൻതും ജുനുബൻ ഫത്വഹറു, നിങ്ങൾ ജനാബത്തുകാരായാൽ നിങ്ങൾ അതിൽ നിന്ന് ശുദ്ധിയാവണം. മൂന്നാമത്തത്, ശരീരത്തിൽ നജസ് കലർന്നിട്ടില്ലാത്ത ആളുകളെയും നമുക്ക് ത്വാഹിർ എന്ന് പറയാം. നാലാമത്തത്, ചെറിയ അശുദ്ധിയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ വുളു ആവശ്യമായ പിന്നെ നജസ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായ ആളുകളെയും നമുക്ക് ത്വാഹിർ എന്ന് പറയാം. അപ്പോ മുത്തത്വഹിറൂൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമാക്കപ്പെട്ടവരല്ലാതെ ഖുർആനിനെ സ്പർശിക്കൂല എന്ന് പറഞ്ഞാൽ വുളു ഇല്ലാത്തോർ എന്ന അർത്ഥത്തിലല്ല. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഒരു സംഗതി ഹറാമാണ്, അത് പാടില്ല എന്ന് നമ്മൾ ഒരു ഹുക്മ് പറയുമ്പോൾ ഖുർആനിലോ ഹദീസിലോ നസ്സായ തെളിവുണ്ടാവണം. ഖുർആൻ തൊടാൻ പാടില്ല, വുളു ഇല്ലാത്തവൻ ഖുർആൻ തൊടരുത് എന്ന് പറയാൻ കൃത്യമായ തെളിവുണ്ടാവണം.
അപ്പൊ ഇവിടെ നമ്മൾ അർത്ഥം കൽപ്പിച്ചിടത്തുള്ള പ്രശ്നമാണ് ലാ യമസുഹു ഇല്ലൽ മുത്തഹറൂൻ എന്ന് പറഞ്ഞാൽ ഉളു ഇല്ലാത്തവന് പിന്നെ ഖുർആൻ തുടരുത് എന്ന് നമ്മൾ പലരും അർത്ഥം വെച്ചു. അങ്ങനെയല്ല, ആ അർത്ഥത്തിലല്ല. അതുകൊണ്ട് ഈ രൂപത്തിലുള്ള സംശയങ്ങൾ ഇപ്പൊ നമുക്കറിയാം, പണ്ഡിത ലോകത്ത് ഖുർആൻ പഠിതാക്കൾക്കിടെ ഇപ്പോ ഞാനൊരു അധ്യാപകനാണ്, നമ്മുടെ പിന്നെ കോളേജിലെ വിദ്യാർത്ഥിനികൾ അവർ ഖുർആൻ പഠിക്കുന്ന കുട്ടികളാണ്. അവര് ഹൈലുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഈ സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോ അവിടെയൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് പഠന ആവശ്യാർത്ഥം, അതുപോലെ തന്നെ ഖുർആൻ ഓതുന്ന ആ സന്ദർഭത്തിൽ ഉദു ഉണ്ടാക്കണം, ഉദു ഉണ്ടെങ്കിൽ അത് പറ്റുള്ളൂ എന്ന നിബന്ധന പാടില്ല. അങ്ങനെ ഒന്നില്ല. ഈ അർത്ഥം വെച്ചെടുത്തുള്ള പ്രശ്നമാണിത് എന്നും മാത്രമല്ല, ഏറ്റവും സൂക്ഷ്മമായ നിലക്ക് നാം മനസ്സിലാക്കുമ്പോ എപ്പോഴും ഉദു അല്ലെങ്കിൽ ഖുർആൻ സ്പർശിക്കുമ്പോ പരിശുദ്ധ കലാമിനെ അതിനെ തൊടുമ്പോ പാരായണം ചെയ്യുമ്പോ ഉദുവോട് കൂടി ചെയ്യുക എന്നുള്ളത് സാമാന്യ ബുദ്ധി നമ്മോട് പറയുന്ന ഒരു കാര്യമാണ്. എന്നിരുന്നാലും ഇത് പാടില്ല എന്ന് പറയാൻ നസ്സായ യാതൊരു തെളിവുമില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ ശ്രമിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിന് തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.